Hi students, welcome to Learning Forum. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ട്രിക്ക് ആയിട്ടാണ്. എൻട്രൻസ് എക്സാം, ബാങ്കിങ് എക്സാം, ആപ്റ്റിറ്റ്യൂഡ്, ഗേറ്റ് എന്ന് വേണ്ട എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ട്രിക്ക്. വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് ചോയ്സിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. Here we go, the sequences and series. First question, how many 2-digit numbers are divisible by 3? Options തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. How many 2 digits are divisible by 3? ആൻസർ ഇപ്പോൾ വരും. That is 30. ഞാൻ എത്ര പെട്ടെന്നല്ല ആൻസർ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ്, ഹൗ മെനി 2-digit നമ്പർ? ഫസ്റ്റ് 2-digit നമ്പർ എന്താണ്? 10 ആണ്. ലാസ്റ്റ് 2-digit നമ്പർ എന്താണ്? 99 ആണ്. അതായത് പിന്നെ വരുന്നത് 100 അല്ലേ, 3 ഡിജിറ്റ് ആയി. ലാസ്റ്റ് 2-digit നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99, ഫസ്റ്റ് 2-digit നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10. ഇനി എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 99നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ പോയിന്റ് ഒന്നും എടുക്കണ്ട, ലാസ്റ്റ് ഏത് വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതായത് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 3 × 3 എന്താണ്? 9 ആണ് അല്ലേ? 3 × 3 is 9. 4 × 3 എന്താണ്? 12 ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3. ക്ലിയർ ആയോ? 99/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33. നമ്മൾ പോയിന്റ് ഒന്നും എടുക്കണ്ട, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 × 3 9, 1. പിന്നെ പോയിന്റ് അല്ലേ, ആ പോയിന്റ് വാല്യൂസ് ഒന്നും എടുക്കണ്ട, ഈ 3 മാത്രം എടുക്കുക. ഓക്കെ, ഈ 3 എടുക്കുക, ഇവിടെ 33 എടുക്കുക. ഇനിയാണ് മെയിൻ തിങ്, മോഡുലസ്. അതായത് 33 - 3. ഈ രണ്ടെണ്ണം കൂടി മൈനസ് ചെയ്യാം. 3 - 33 വേണമെങ്കിൽ ചെയ്യാം, 33 - 3 ചെയ്യാം. എന്തായാലും നമ്പർ ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ആൻസർ ഈസ് 30. ക്ലിയർ ആയോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഹൗ മെനി 2-digit നമ്പർ എന്ന് പറയുമ്പോൾ ആദ്യം സ്മോളസ്റ്റ് നമ്പറും എടുക്കുക, ലാർജസ്റ്റ് നമ്പറും എടുക്കുക. എന്നിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റീസൺ ഇവിടെ 3 ആയതുകൊണ്ടാണ്. ഇവിടെ വാല്യൂ മാറുകയാണെങ്കിൽ അതനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. ആ കിട്ടുന്ന വാല്യൂനെ പറയാണ് പോയിന്റ് വാല്യൂസ് ഒന്നും എടുക്കണ്ട, ഏത് വാല്യൂ കൊണ്ടാണ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം എടുക്കുക. എന്നിട്ട് മോഡുലസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ മാത്രമായിരിക്കും. അതായത് 33 - 3 ചെയ്യാം, 3 - 33 ചെയ്യാം. എന്ത് ചെയ്താലും ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതിന്റെ ആൻസർ 30 ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അത്ര ഈസി അല്ലല്ലോ എന്ന്. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. സെക്കൻഡ് പ്രോബ്ലം, ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 10 to 15 ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3? അപ്പോൾ ഇതെങ്ങനെയാണ്? 10/3, പിന്നെ എന്താണ്? ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് 50/3. 10/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ് സംതിങ് അല്ലേ, അപ്പോൾ 3 മാത്രം എടുക്കുക. 50/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൽ 3 1 ടൈംസ്, മൈനസ് ചെയ്യുമ്പോൾ 20 60. അതെങ്ങനെയാന്ന് മനസ്സിലാവും? 50/3 അല്ലേ? 1 3 20 6 18, ഇത്ര എടുത്താൽ മതി, 16. അപ്പോൾ ആൻസർ ഈസ് 16 - 3, ഇറ്റ് ഈസ് 13. ആൻസർ ഈസ് 13. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലം, ഹൗ മെനി നമ്പേഴ്സ് ആർ ബിറ്റ്വീൻ 200 and 500 ആർ ഡിവിസിബിൾ ബൈ 8? ഇപ്പോൾ 200 500 ബൈ 8. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ എളുപ്പമില്ല എന്നുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. 200/8, 2 16 45. അപ്പോൾ ഇവിടെ 25 കിട്ടി.
500 by 8. 500 by 8. 8, 5, 45, 8, 6, 48. 20. 8 into 2, 60. So, 62 minus 25. 62 minus 25 എത്രയാണ്? 62 minus 25. 5, 37. Answer is 37. സൂപ്പർ ട്രിക്ക് അല്ലേ? ഇത്ര പെട്ടെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. How many numbers between 74 and 25,556? അയ്യോ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞെട്ട് എന്ന് വേണ്ട. ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ ട്രിക്ക് വെച്ചിട്ട് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആൻസർ ഫൈൻഡ് ചെയ്യാം. അപ്പം എങ്ങനെയാണ്? ഡിവിസിബിൾ ബൈ 5 ആണ്. 74 by 5, 25,556 by 5 ചെയ്യാം. 74 by 5 എന്താണ്? 1, 5, 2, 4. ഇവിടെ 14 വരും അല്ലേ? ഇനി 25,556 by 5. 5, 25. 5, 1, 5, 0. ഡിവൈഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? 1, 5, 6. Again ഇവിടെ എന്ത് കിട്ടും? 5, 1, 1. അപ്പോൾ നമ്മുടെ ആൻസർ 511 minus 14 അല്ലേ? 511 minus 14. 7, 9, 0. 5097. ഓപ്ഷൻ ഈസ് സി. എന്ത് ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് homework question. How many 3-digit numbers are divisible by 6? Option A 130, B 120, 150, 160. ആൻസർ കമന്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യാനുള്ള ട്രിക്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ മറക്കരുത്. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.